നടപ്പാതകൾ കാൽനടയാത്രക്കാർക്ക് വീണ്ടെടുത്തു കൊടുക്കാൻ ബംഗളൂരു മല്ലേശ്വരം നിവാസികളുടെ വ്യത്യസ്തമായ ഒരു സമര രീതി. പൊട്ടിപ്പൊളിഞ്ഞതും കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ടിട്ടതുമായ നടപ്പാതകളിൽ നൃത്തം അവതരിപ്പിച്ച് അത് ചിത്രീകരിച്ച് അത് വൈറലാക്കിയാണ് ഈ സമരം. മല്ലേശ്വരത്തെ എന്നല്ല, ബംഗളൂരുവിലെ മിക്ക ജനവാസ കേന്ദ്രങ്ങളിലെയും നടപ്പാതകൾ കണ്ടാൽ ഡംപിംഗ് യാർഡുകൾ മാറി നിൽക്കും. സാധാരണ മനുഷ്യൻ നടക്കും പോലെ നടന്നാൽ മറിഞ്ഞടിച്ചു വീഴുമെന്നുറപ്പാണ്. അസാമാന്യമായ മെയ്വഴക്കം അത്യാവശ്യം. കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങളും കല്ലും സിമന്റ് ചാക്കുകളും കമ്പികളും വരെ ആളുകൾ ആവശ്യം കഴിഞ്ഞുപേക്ഷിക്കുന്നത് നടപ്പാതകളിലാണ്. ശുചീകരിച്ചു നോക്കി, പ്രതികരിച്ചു നോക്കി, ഒന്നിനും പരിഹാരമില്ലാതെ വന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് ഒരു സമൂഹമാധ്യമ കൂട്ടായ്മയുണ്ടാക്കി. Malleshwaram Social is a group which was formed with the idea of bringing the community together. But as you know, when people get together, then they start discussing about their common issues that bother them, and so that's why our group is essentially looking at two aspects. One is the community part of it. How to bring people together, how to form a stronger community. And the other part is looking at what you could call the social, work aspects of it, like looking at the safety, the lighting, footpaths, roads, garbage issues and so on. So these are the two sort of main areas that we are working on. വീട് വീടാന്തരം കയറിയിറങ്ങി ആളുകളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമമായിരുന്നു നടപ്പാത തിരിച്ചുപിടിക്കാനുള്ള പദ്ധതിയിൽ ആദ്യം ഉൾപ്പെടുത്തിയത്. എന്നാൽ നടപ്പാതയിൽ മാലിന്യം തള്ളൽ ഒരു ശീലമാക്കിയ ചിലർക്ക് അത് അത്ര പിടിച്ചില്ല. അവർ മുഖം തിരിച്ചതോടെ സ്ട്രാറ്റജി ഒന്നും മാറ്റി പിടിച്ചു നോക്കി. So 1 year later we said we're going to do a campaign which will be more effective, and the first thing is that it has to be a social media campaign, because then you can reach a lot of people. And the other thing is that we wanted to make it slightly funny, because when you say something in a humorous way, people notice, rather than it's a serious problem but you can't put it in a serious manner, then people don't really bother. So we wanted to do it that way, and it seems to have hit a nerve. We were surprised to see how successful it became. നർമ്മവും സംഗീതവും നൃത്തവും കൂട്ടിച്ചേർന്ന ഒരു ആക്ഷേപഹാസ്യ വീഡിയോ അങ്ങനെ പിറവിയെടുത്തു. ശാസ്ത്രീയ സംഗീതം നന്നായി വഴങ്ങുന്ന ശ്രീറാം എന്ന അംഗം സംഗീതം നൽകി പാട്ടുപാടി. പ്രീതി സുന്ദരരാജനും സൗമ്യ തന്ത്രിയും ഭരതനാട്യ ചുവടുകളുമായി നടപ്പാതകളിൽ പ്രത്യക്ഷപ്പെട്ടു. സംഭവം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. മല്ലേശ്വരം 16-ാം നമ്പർ ക്രോസിലെ നടപ്പാതകളിൽ നിന്ന് കെട്ടിടാവശിഷ്ടങ്ങൾ ഉടമകൾ തന്നെ മാറ്റിത്തുടങ്ങി. ബംഗളൂരു കോർപ്പറേഷൻ അധികൃതർ കൂടെ ഇടപെട്ടതോടെ 16-ാം നമ്പർ ക്രോസിലെ നടപ്പാതകൾ പൊതുജനത്തിന് തിരിച്ചുകിട്ടി. ഇത്തരത്തിൽ മല്ലേശ്വരത്തെ ഓരോ ക്രോസിലെയും നടപ്പാതകൾ അതിന്റെ അവകാശികളായ കാൽനടയാത്രക്കാർക്ക് പിടിച്ചെടുത്തു നൽകുകയാണ് മല്ലേശ്വരം സോഷ്യൽ. നടപ്പാത കാൽനടയാത്രക്കാർക്കുള്ളതാണെന്ന കാര്യം മറന്ന് നടപ്പാതയിൽ തടസ്സം കാണുമ്പോൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി നടന്ന് സന്ധി ചെയ്യരുത് എന്നാണ് ഇവർക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്. See, we have support from the top, which means that the corporator is behind us. He has said that he will support it. BBMP as such, as the organization, which means all the people who are part of it, that we don't know. We are so all our problems continue because the work is not done on the ground. So now what we have started doing is we keep posting complaints, and then that way the staff is forced to acknowledge it, come and see the problem and address it. But on a larger level, the directive has to come from the top, and we do hope that it will happen. തൊട്ടതിനും പിടിച്ചതിനും അധികൃതർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ ഉത്തരവാദിത്തം തീർന്നുവെന്ന് കരുതുന്നവരാണ് നമ്മൾ എല്ലാവരും. പൊതുവിടങ്ങൾ കൈയടക്കാതെ സ്വയം തിരുത്തിയും ഉത്തരവാദിത്തമുള്ള പൗരനാകാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മല്ലേശ്വരം സോഷ്യൽ.